ഹായ് അച്ചു, ഞാൻ പിന്നെ വന്നു. വേദനയുണ്ടോ? എന്ത് പറ്റിടാ നിനക്ക്? വേദനയുണ്ടോ? ചെറുതായിട്ട് ചത്തോന്നറിയാൻ വന്നാണല്ലടാ. ചത്തില്ല. ചിലപ്പോൾ നടക്കുമ്പോഴൊക്കെ വേദന. എനിക്കും ചെറിയൊരു മുറിവേ ഉള്ളു. ഒരു വെടിയും മിന്നലും മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ചേട്ടാ അവരെന്നെ മാനസികമായിട്ട് ഉപദ്രവിച്ചു ചേട്ടാ. നീ ഇമോഷണൽ ആവരുത്. അവനെന്നെ ഭയങ്കര രീതിയിൽ തല്ലി. ഒടിഞ്ഞത് എന്റെ കൈ, എന്റെ മൂക്ക്, എന്റെ തല. ഇത്രയൊക്കെ സംഭവിച്ച എനിക്ക് ഇമോഷണൽ ആകാൻ അവകാശമില്ലല്ലടാ. മർദ്ദിച്ച് അവശനാക്കി. അവരിങ്ങനെയൊന്നും അല്ല വിചാരിച്ചേക്കണത്. എനിക്ക് ചുറ്റും 8 പേരാ. അത് നിസ്സാർക്കാരല്ല, വടക്കമ്മല എന്നുള്ള ടീം. ഒരു പുരുഷൻ എന്ന നിലയിൽ പോലും അവര് ഇട്ടിട്ട് മർദ്ദനം എന്ന് പറഞ്ഞാൽ മാന്തുക, പിച്ചുക, അടിക്കുക കണ്ടിന്യൂസ് ആയിട്ടാണ് ചെയ്തിരിക്കും കൂടെ. മരുന്നൊക്കെ സമയത്തിന് കഴിക്കണം. ഇതിന് നിങ്ങളെ മരുന്ന് കഴിച്ചിട്ട് ഒരു കാര്യമില്ല. തിരുമിക്കണം. ഭയങ്കരമായിട്ട് ഇതുണ്ട്. ഇപ്പൊ പാടുണ്ടായിരുന്നു, ഇപ്പൊ കുറഞ്ഞതാണ്. അപ്പൊ ഇവിടെയൊക്കെ കണ്ടില്ലേ, അതെന്തായാലും ഭയങ്കര വേദന എടുക്കുന്നുണ്ട്. അതാണ് തലക്ക് കെട്ടി വെച്ചിരിക്കുന്നത്. കുട്ടിയുടെ അമ്മാവന്മാരെ ശരിക്കും എന്നെ പഞ്ഞിക്കിട്ടു. തലക്ക് ഭയങ്കരമായിട്ട് ക്ഷതമായിട്ടുണ്ട്. കയറി വന്ന മുറച്ചർക്കൻ തെണ്ടിയുടെ കരവിരുത്. ടോട്ടലി ഞാനൊരു കരകൗശല വസ്തുവായി. കാരണം ഇതൊരു ആൾക്കും വരടുത്തുക. കുറച്ചു നാളിഞ്ഞ് മെത്തേ കിടക്കണ്ട. 2 മെത്തക്കുള്ള പഞ്ഞി ഡോക്ടർമാര് ദേഹത്ത് വെച്ച് കെട്ടിയിട്ടുണ്ട്. കാരണം ഇന്നലെ 2,000-3,000 രൂപ എന്റെ കയ്യിലുണ്ടായിരുന്നു. അത് മൊത്തം അവരിവിടെ കയറിപ്പോയോണ്ട് മൊത്തം എന്റെ കയ്യിൽ നിന്ന് പോയി. നീയും തയ്ച്ചു വെച്ച ഒരു ബ്രേസീർ. ഞാനാ? ഏയ് നീ